നമ്മുടെ ദീൻ അന്യം നിൽക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും ചേർന്ന് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് മദ്രസ. പലപ്പോഴും നമ്മൾ ആക്ഷേപിക്കാറുണ്ടല്ലോ, അവനെ 10 വരെ മദ്രസ കിട്ടുന്നിട്ട് എന്താ കാര്യം? പലരും ഉസ്താദുമാരുടെ ഒക്കെ മേക്കട്ടേറും. അവർക്ക് ശമ്പളം കൊടുത്തിട്ട് എന്താ കാര്യം, അവർക്ക് തിന്നാൻ കൊടുത്തിട്ട് എന്താ കാര്യം എന്നൊക്കെ. പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം, ഒരൊറ്റ മണിക്കൂർ കൊണ്ട് നിരവധിയായ സംഗതി പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഉസ്താദുമാർ. ഇത് കഴിഞ്ഞ് 23 മണിക്കൂറിലേറെ കുട്ടി ഉസ്താദുമാരുടെ ശ്രദ്ധയുടെ പുറത്താണ്. മദ്രസ എന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനം നമ്മുടെ വീട്ടിൽ ഒരുക്കാത്ത കാലത്തോളം മദ്രസയ്ക്ക് വെറുതെ വിടുക, വരിക, പോകുക, അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഈ സാഹസിൽ കുറേ രക്ഷിതാക്കളുണ്ട്, നമ്മുടെ മറക്കപ്പുറത്ത് ഇതിലേറെ സ്ത്രീകളുമുണ്ട്. ഏതെങ്കിലും ഒരു രക്ഷിതാവ് മദ്രസയിൽ പഠിച്ച കാര്യങ്ങൾ മക്കളെ ബോധപൂർവം പരിശീലിപ്പിച്ചിട്ടുണ്ടോ? ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ തലമറക്കണ എത്ര ആൺകുട്ടികളുടെ ഇവിടെ? വെറുതെ ഒന്ന് ആലോചിക്കാം, ഞാൻ ആക്ഷേപം പറയണല്ല. കുറെ ആളുകൾ കാണും ചിലപ്പോൾ, അല്ലാഹു അങ്ങനെ ഉണ്ടാക്കട്ടെ. പക്ഷെ നമ്മൾ ബോധപൂർവം അങ്ങനെ ശ്രദ്ധിച്ച് നടപ്പിലാക്കാറുണ്ടോ? അത് മാത്രമല്ല, എത്ര കാര്യങ്ങൾ. മദ്രസയിൽ ഏറ്റവും കൂടുതൽ ഉഷാറിൽ ഖുർആൻ ഓതിയ കുട്ടി. അതുകൊണ്ട് തന്നെ റബീഉൽ അവ്വലിന്റെ വലിയ പരിപാടിയിലൊക്കെ തുടക്കത്തിൽ സൂറത്തുർ റഹ്മാനൊക്കെ ഓതാൻ അവനെയാണ് വിളിച്ചത്. അവൻ്റെ ഒത്ത് കണ്ടിട്ട് ഉമ്മ കരഞ്ഞിട്ടുണ്ട് സന്തോഷം കൊണ്ട്. പാപ്പാക്ക് അഭിമാനം തോന്നിയിട്ടുണ്ട് തൻ്റെ കൂട്ടുകാർക്കിടയിൽ. ആ കുട്ടിയെങ്ങാനും മദ്രസ നിർത്തിയിട്ട് 2 മാസം കഴിഞ്ഞിട്ടൊന്ന് ഓദിപ്പിക്കും നിങ്ങൾ. എത്ര കഷ്ടപ്പെട്ടാണ് ഉസ്താദുമാർ കുട്ടിയെ ദീന് പഠിപ്പിച്ചത്. ദർസിലൊക്കെ എത്തുന്ന ഉസ്താദിന് വലിയ പോരിഷുണ്ട്, അൽഹംദുലില്ലാഹ്, ഒട്ടും കുറവല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് എത്തുന്ന കുട്ടി നിസ്കാരം പഠിച്ചവനാണ്, ദീന് പഠിച്ചവനാണ്, നോമ്പ് പഠിച്ചവനാണ്, ഒതു എടുക്കാൻ പഠിച്ചവനാണ്. നിസ്കാരത്തിന്റെ ഫർള് എത്രയെന്ന് ചോദിച്ചാൽ 13 കൃത്യമായി പറയാൻ പറ്റണവനാണ്. മുണ്ടെടുക്കാൻ അറിയാമന്, അവന് കുളിക്കാൻ അറിയാം, എങ്ങനെയാണ് ശുദ്ധീകരണം എല്ലാം കൃത്യമായിട്ട് അറിയുന്ന കുട്ടിയാണ്. അങ്ങനെ 100% ഇസ്ലാം പഠിച്ച് പരിശോധിച്ച് അത് പരിശീലിച്ച് ജീവിതത്തിൽ കൊണ്ടുവരാൻ പാകമുള്ള കുട്ടിക്കാണ് ഫയല ഉസ്താദ് ഓതി കൊടുക്കുന്നത്. തിരിച്ച് മദ്രസക്ക് വരുമ്പോഴോ മൂക്കൊലിപ്പിച്ചുകൊണ്ട് മുണ്ടഴിഞ്ഞാൽ എടുക്കാൻ പറ്റാത്ത പാവം ഒരു പിഞ്ചോമന, അതിനെ പിടിച്ച് സ്നേഹിച്ച് മെല്ലെ ദീന് പഠിപ്പിച്ച് രാവിലെ മുതൽ വൈകിട്ട് വരെ അധ്വാനിച്ചാൽ പോലും തീരാത്തത്ര പാഠഭാഗങ്ങൾ 1 മണിക്കൂർ കൊണ്ട് കുട്ടികളെ വളരെ കലാപരമായി പഠിപ്പിക്കാൻ ശ്രമിച്ച് മഖ്റജ് പഠിപ്പിച്ച് ഖുർആനോത്ത് പഠിപ്പിച്ച് ഫിഖ്ഹും അഖീദയും പഠിപ്പിച്ച് പുതിയ നമ്മുടെ സിലബസ് ഒക്കെ അനുസരിച്ച് 5ാം ക്ലാസ് മുതൽ യുക്തിവാദത്തിന്റെ മാരകീയത പഠിപ്പിച്ച് ഇത്രമേൽ കഠിനമായി അധ്വാനിക്കുന്ന ഉസ്താദുമാരോട് ചെറിയൊരു നീതിയെങ്കിലും നമ്മൾ കാണിക്കണം. കുട്ടികളെ മദ്രസ അങ്ങനെ വരുന്ന ബാഗ് ചുഴറ്റി അങ്ങോട്ടോ എറിയണം. പിറ്റേ ദിവസം രാവിലെ അമ്മയും കുട്ടിയും കൂടി തരാണ്, അമ്മ എൻ്റെ ബാഗ് എവിടെ നോക്കാൻ വെക്കാറുണ്ട്. 2 തിരഞ്ഞെടുക്കുകയാണ്. ആ കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞപ്പോൾ കണ്ടതാണ്, പിന്നെ അതൊന്ന് തുറന്നു നോക്കിയിട്ട് പോലുമില്ല. ഉസ്താദുമാർക്ക് ചൂടാവാൻ പറ്റുമോ? ഇല്ല. പോക്സോ ചീത്ത പറയാൻ പറ്റുമോ? എഴുതി കൊണ്ടുവരണമെന്ന് ഗൗരവത്തിൽ പറയാൻ പറ്റുമോ? പുറത്ത് നിർത്താൻ പറ്റുമോ? ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്താൻ പറ്റുമോ? എന്തിന് 11 സെക്കൻഡിലേറെ രൂക്ഷമായി കുട്ടിയുടെ മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റുമോ? ഇല്ല. ഈ പരിമിതികളെല്ലാം സഹിച്ച് അതിൻ്റെ ഇടയ്ക്ക് കമ്മിറ്റിക്കാരുടെ എല്ലാം കേൾക്കണം. കുട്ടി തോറ്റാൽ സ്വാഭാവികമായും നടത്തിപ്പുകാർക്ക് വിഷമം ഉണ്ടാകും. ഒരു ക്ലാസ്സിൽ 4-5 കുട്ടിയൊക്കെ തോറ്റാൽ, പ്രത്യേകിച്ച് പൊതുപരീക്ഷയിൽ തോറ്റാൽ, റേഞ്ചിൽ നമ്മളെ മദ്രസ മാത്രം ബാക്കിലായാൽ സ്വാഭാവികമായും ഉസ്താദിനോട് ഭാരവാഹികൾ സംസാരിക്കും. അത് ചിലപ്പോഴൊക്കെ ഇത്തിരി ശൈലി മാറിയിട്ടൊക്കെ ആവും. ഇതൊക്കെ സഹിക്കണം. ഞാൻ കണ്ണൂർ ജില്ലയിലാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറം കാസർഗോഡ്. അവിടെയാണ് കാക്ക കൂടുകൂട്ടിയതുപോലെ മുടി വെച്ച് ഒരു ക്ലാസ്സിൽ ഏകദേശം കുട്ടികളൊക്കെ വന്നപ്പോൾ ഒരു പാവപ്പെട്ട ഉസ്താദ് മുടി മര്യാദക്ക് മുറിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒരു ദിവസം ക്ലാസ് എടുത്തത്. അദ്ദേഹം കുട്ടികളോട് ഉപദേശിച്ചിട്ടൊന്നുമില്ല, മുടി വെട്ടണം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇவ்விதം മര്യാദയില്ലാതെ വളർത്തുന്നതിൻ്റെ ദൂഷ്യവശങ്ങൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസഇന റസൂലുള്ളാഹി വിരോധിച്ചു മക്കളെ. ഖീലലി നാഫിഅൻ, ഈ ഹദീസിന്റെ റിപ്പോർട്ടർമാർ പെടുന്ന നാഫിഅനോട് വിശദീകരണം ആവശ്യപ്പെട്ടു. മൽ ഖസഉ, എന്താ ഈ ഖസഉ എന്ന് പറഞ്ഞാൽ? അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു. കുട്ടികളുടെ തല കുറച്ച് മുണ്ടനം ചെയ്യുക, കുറച്ച് മുടി വെട്ടാതെ ഉപേക്ഷിക്കുക, ഇത്തിരി വെട്ടുക, പിന്നെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വെട്ടി കോലക്കേടാക്കുക. ഇദ്ദേഹത്തൊക്കെ പറഞ്ഞു കൊടുത്തു. ഒരു കുട്ടിക്ക് ഈമാൻ കൂടി. ആ കുട്ടി വീട്ടിൽ പോയിട്ട് ഉമ്മനോട് പറഞ്ഞു, എൻ്റെ മുടി വെട്ടണം. ഉമ്മ പറഞ്ഞ പൈക്ക് അവിടെ നിന്ന് എന്തൊരു രസമുണ്ട്. ഇതാണ് പ്രശ്നം. ഉമ്മമാർ സപ്പോർട്ട് ചെയ്ത് പ്രണയിക്കണ എത്രയോ കേസുണ്ട്, ചാടിപ്പോണ കേസുണ്ട്, ബെസ്റ്റിയോടും ലവറോടൊപ്പം സിനിമക്ക് പോണ കേസുണ്ട് ഉമ്മ സമ്മതിച്ചിട്ട്. അതൊക്കെ അങ്ങനെ തന്നെ അല്ലേ, പുതിയ കാലല്ലേ എന്നൊക്കെയാണ്. ഉമ്മ കോലം കെട്ട ഈ കുട്ടിയുടെ മുടിയെ നോക്കിയിട്ട് പറയാണ്, എന്തൊരു സന്തോഷമുണ്ട്, നിന്നെയും കൊണ്ട് എങ്ങടേലും പോകുമ്പോൾ ഒരു വല്ലാത്തൊരു അഭിമാനമാണ്, എൻ്റെ മുടിയൊക്കെ കാണുമ്പോൾ വെട്ടേ പൊയ്ക്കോനെന്നും പറഞ്ഞിട്ട് ആ ഉമ്മ വഴക്ക് പറഞ്ഞു വിട്ടു. പക്ഷേ കുട്ടി ബാത്റൂമിൽ കയറി അവിടെയുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി അവൻ കണ്ണാടിയിൽ നോക്കിയിട്ട് വെട്ടി പാകപ്പെടുത്തി. സ്വാഭാവികമായി ഉമ്മക്ക് പറ്റാത്ത കോലത്തിലായി. ഉമ്മ ഫോട്ടോ എടുത്തു, വാപ്പാക്ക് വിട്ടുകൊടുത്തു. ഗൾഫിലുള്ള വാപ്പ കൂട്ടുകാരുടെ വാട്സാപ്പിലേക്കൊക്കെ വിട്ടുകൊടുത്തു. പിറ്റേ ദിവസം ആ ഉസ്താദ് ഇത്തിരി വൈകി വരാൻ സദർ ഉസ്താദ് ഫോം വിളിക്കുകയാണ്. ഉസ്താദ് എവിടെത്തി? അപ്പോൾ വൈകിയതിനെന്തോ വഴക്ക് പറയാനെന്ന് കരുതിയിട്ട് ആ പാവപ്പെട്ട ഉസ്താദ്, ഞാൻ പുറത്തിറങ്ങിയപ്പോൾ സാധാരണ വരുന്ന വണ്ടി അതിങ്ങനെ കാത്തു നിന്നപ്പോൾ എന്നൊക്കെ പറഞ്ഞ് ഓരോ കാരണം പറഞ്ഞുകൊണ്ടിരിക്കാൻ. ആ സമയത്ത് സദർ ഉസ്താദ് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ വരാത്തത് നന്നായി, വണ്ടി കിട്ടാത്തത് വളരെ നന്നായി, മദ്രസയിൽ നിറച്ച ആൾക്കാരാണ്, നിങ്ങളെ തല്ലാൻ വന്നതാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ വരും, എൻ്റെ വസ്ത്രങ്ങൾ അവിടെയാണ്, എൻ്റെ വസ്തുക്കൾ അവിടെയാണ്. സദർ ഉസ്താദ് പറഞ്ഞു, ഒന്നും നിങ്ങളോട് വരേണ്ട, ഒക്കെ ഞങ്ങൾ വീട്ടിൽ കിടത്തിച്ചേരും, ഇന്ന് ഭാഗ്യം കൊണ്ട് ഞങ്ങൾ വൈകിയത് എന്നത്. ഇതാണ് ഉസ്താദിന്റെ ദുര്യോഗം.
നേരത്തെ മോനെ വിടാത്തതുകൊണ്ട് ഞങ്ങളൊരു പാഠം പഠിപ്പിക്കുന്നു പറഞ്ഞിട്ട് പോക്സോയിൽ തമാശയ്ക്ക് കേസ് കൊടുത്ത രക്ഷിതാവുണ്ട്. കമ്മിറ്റിക്കാർ ചോദിച്ചു, പാവല്ലടാ ഉസ്താദ്, എത്ര കൊല്ലായി നമ്മുടെ മദ്രസയിൽ, അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു അനാശാസ്യത നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? അദ്ദേഹം പഠിപ്പിക്കണയിൽ എന്തെങ്കിലും ഒരു ലോപം വരുത്തിയിട്ടുണ്ടോ? എന്തിനാണ് ഈ കേസ് കൊടുത്തത്? അപ്പം ചെങ്ങാതി പറയാം, ഞാനൊരു തമാശക്ക് മുമ്പേ പേടിപ്പിക്കാൻ കേസ് കൊടുത്തതാണ്. ഈ കേസിനൊരു പ്രശ്നമുണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, പിൻവലിക്കാൻ പറ്റൂല. പിൻവലിച്ചാൽ ഇരയെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞ് ക്രൈമിനലായിട്ടുള്ള മറ്റൊരു കുറ്റം വരും. ഇനി ബാക്കിയൂടെ കേൾക്കുക. തമാശക്ക് പേടിപ്പിക്കാൻ വേണ്ടി കൊടുത്ത കേസിന് വിധി വന്നത് 64 വർഷമാണ്. ആ പാവപ്പെട്ട ഉസ്താദ് ജയിലിൽ കിടക്കേണ്ടത്. റാഗിങ് ഇങ്ങനെ കൂടുന്ന എന്തുകൊണ്ടാണ്? വടിയെടുക്കാൻ പറ്റൂല രക്ഷിതാക്കൾക്ക്. സിലബസിലാണെങ്കിലോ ഈ സമയം MC² പഠിപ്പിക്കും. എക്സിൽ നിന്ന് Y കുറച്ചിട്ട് ആ ഫലത്തോട് പിന്നെ X കൂട്ടിച്ചേർത്താൽ എന്ത് വരും എന്നുള്ളത് പഠിപ്പിക്കും. ആരാണ് വിദ്യാർത്ഥി എന്ന് പഠിപ്പിക്കൂല, ആരാണ് സഹോദരൻ എന്ന് പഠിപ്പിക്കൂല, ആരാണ് സഹപാഠി എന്ന് പഠിപ്പിക്കുന്നില്ല. ക്ലോറോഫോം എന്തിനു ഉപയോഗിക്കാമെന്ന് പഠിക്കാൻ പറ്റും, പക്ഷേ അത് തൂവാലയിൽ ഇറ്റിച്ച് മുഖത്തമർത്തി ഒരാളെയും കൊല്ലരുതെന്ന് പഠിപ്പിക്കാൻ ശാസ്ത്രത്തിന്റെ ഭാഗമല്ല അത്. നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് കാലിയായിട്ട് വെറും എയർ കയറ്റിയിട്ടുണ്ടെങ്കിൽ ഒരാളെ കൊല്ലുക എന്നുള്ളത് പഠിപ്പിക്കും. അത് പക്ഷേ ഒരാളെ കൊല്ലാൻ ഉപയോഗപ്പെടുത്തരുത് എന്നവർ പഠിക്കണില്ല. നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് ഇപ്പോൾ കേരളത്തിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത കാണിച്ചവർ. 11 പ്രാവശ്യം ഒരു കുട്ടിയെ ആ ഡിവൈഡർ അടിയിക്ക് എത്തുവോളം കുത്തി അമർത്തുക എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ പ്രതീകങ്ങളാവേണ്ടവർ, എല്ലാ അർത്ഥത്തിലും ആർദ്രതയുടെ കൂടെ നിൽക്കേണ്ടവർ, നഴ്സിംഗ് പഠിച്ച് പുറത്തിറങ്ങേണ്ടവർ. അവരെ സിലബസിൽ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല. മനുഷ്യനാവാൻ പഠിപ്പിച്ചിട്ടേ ഇല്ല, നഴ്സാവാനേ പഠിപ്പിക്കണുള്ളൂ. മനുഷ്യനാവാൻ പഠിപ്പിക്കുന്നില്ല. ഡോക്ടറാവാനും എഞ്ചിനീയർ ആവാനും പഠിപ്പിക്കും. അതുകൊണ്ട് നിരവധിയായ പ്രശ്നങ്ങളുണ്ടാകും. എന്നാലോ ഇവർ നന്നായി കാണണമെന്ന് കരുതുന്ന ഒരു അധ്യാപകന് വടിയെടുക്കാൻ പറ്റൂല. +1 എത്തിയ കുട്ടിയെ ക്ലാസ്സിൽ എഴുന്നേൽപ്പിച്ച് നിർത്തിയാൽ പോലും അധ്യാപകൻ അറസ്റ്റിലാകും. ഈ പ്രശ്നങ്ങളൊക്കെ മദ്രസ ഉസ്താദുമാർക്കുണ്ട്. എന്നല്ല, ചില കൗൺസിലർമാരൊക്കെ സ്കൂൾ കേന്ദ്രീകരിച്ച് ഏതെങ്കിലും ഒരു കുട്ടിയെ കൊണ്ട് മദ്രസ ഉസ്താദ് തൊട്ടൂന്ന് പലവട്ടം ചോദ്യം ചെയ്ത് പറയിപ്പിക്കും. തൻ്റെ പേരക്കുട്ടിയുടെ പ്രായം പോലും ഇല്ലാത്ത കുഞ്ഞിനെ കാണുമ്പോൾ കൗതുകത്തിന് ഒരു ഉസ്താദ് ഇങ്ങനെ പുറത്ത് ഒന്നിങ്ങനെ കൊട്ടി തലോടിയതിന് ആ ഉസ്താദ് ചിലപ്പോൾ 60 കൊല്ലവും 70 കൊല്ലവും ജയിലിൽ കിടക്കേണ്ടി വരും. ഇത്ര 100,000 പരിമിതികൾക്കിടയിൽ നിന്ന് നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന ഈ പാവപ്പെട്ട മനുഷ്യരോട് നമുക്കൊരു മര്യാദ കാണിക്കണ്ടേ? അവർ പഠിപ്പിച്ചെടുത്ത കാര്യങ്ങൾ ഒരു വട്ടെങ്കിലും മോദി പഠിപ്പിക്കാനെങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മൾ സൗകര്യം ഉണ്ടാക്കണ്ടേ? ഒന്ന്. രണ്ടാമതായി, അവർ മദ്രസയിൽ നിന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ